കോഴിക്കോട് പേരാമ്പ്ര സീറ്റ് വിട്ടു നൽകണമെന്ന കോൺഗ്രസ് ആവശ്യം മുസ്ലിം ലീഗ് തള്ളി. സീറ്റ് ഏറ്റെടുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസിന്റെ ചടുലമായ നീക്കം. പേരാമ്പ്ര സീറ്റിൽ ലീഗ് തീരുമാനമെടുക്കുമെന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ കോഴിക്കോട് വെച്ച് 24 പറഞ്ഞു. കൊയിലാണ്ടിയിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ കോഴിക്കോട് DCC അധ്യക്ഷൻ തള്ളിയിട്ടില്ല. ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഏതായാലും ഞാനത് അത് പ്രഖ്യാപിക്കേണ്ട ആൾ ഞാനല്ല, പാർട്ടി പ്രഖ്യാപിക്കട്ടെ. പേരാമ്പ്ര മുസ്ലിം ലീഗിന്റെ കേരള സീറ്റാണ്, അതേക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് അപാകത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിലൊന്നും ഉണ്ടാവരുത് എന്നുള്ള ആവശ്യം ജില്ലയിലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എലത്തൂർ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന ആഗ്രഹം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ സംസ്ഥാനത്തെ ആദരണീയ നേതാവാണ്. എനിക്ക് അദ്ദേഹം ഗുരുസ്ഥാനീയനാണ്. അദ്ദേഹത്തിന് എവിടെ മത്സരിച്ചാലും ജയിക്കുവാനുള്ള വ്യക്തിപരമായ ഇമേജുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എവിടെ മത്സരിക്കുന്നതിനെയും ജില്ലയിലെ കോൺഗ്രസ് സ്വാഗതം ചെയ്യും. എലത്തൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. അതേസമയം NCPയിലെ എതിർപ്പുകൾക്കിടയിലും എലത്തൂരിൽ തന്നെ താൻ മത്സരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന NCPക്ക് 3 സീറ്റുകളുള്ളത്. അതിലൊന്ന് കുട്ടനാടും, മറ്റൊന്ന് എലത്തൂരും, മറ്റൊന്ന് കോട്ടക്കലുമാണ്. കോട്ടക്കൽ വിജയസാധ്യതയുള്ളൊരു സീറ്റായി നമ്മളാരും കണക്കാക്കുന്നില്ല. മണ്ഡലത്തിലെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് കൂടുതൽ ശ്രദ്ധിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങ് വ്യക്തമാക്കിയതുപോലെ അത് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടുപടിയായി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാം. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. പറയൂ ദീപക്. SKN ഇലത്തൂരിൽ AK ശശീന്ദ്രൻ വനമന്ത്രി മത്സരിക്കുമെന്ന് ഉറപ്പായി. അതുപോലെ കുട്ടനാട്ടിൽ തോമസ് K തോമസും NCPയുടെ ഇന്നലെ നടന്ന നേതൃയോഗത്തിൽ 2 സിറ്റിംഗ് MLAമാരോടും അവരുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത് സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്നാൽ LDF ഒരുമിച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ തീരുമാനമെടുക്കുന്നത്. ഇന്ന് LDF യോഗം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പരസ്യമായി മത്സരിക്കുന്നു എന്ന പ്രതികരണത്തിലേക്ക് പോകാത്തത്. പക്ഷേ എന്നാൽ കൃത്യമായ സൂചനകൾ ഇരുവരും നൽകിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN UDFിലാണ്. UDFിന് പേരാമ്പ്ര സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകണമെന്ന ആവശ്യം ലീഗിനോട് മുന്നോട്ട് വെച്ചു. പക്ഷേ ലീഗ് ആവശ്യം തള്ളി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. ഇത് 24 ആണ് കാലത്ത് ഈ വാർത്ത പുറത്തുവിട്ടത്. അത് സ്ഥിരീകരിക്കുകയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പറഞ്ഞത് ലീഗിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് NCPK മാണി സി കാപ്പന്റെ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച എലത്തൂർ മണ്ഡലം അത് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള തീരുമാനമുണ്ട്. അത് നേതൃത്വം ചർച്ച ചെയ്തു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലീഗിന്റെ സീറ്റ് കോൺഗ്രസിന് ഏറ്റെടുക്കാനുള്ള നീക്കം പരാജയപ്പെടുന്നു. ലീഗ് ആവശ്യം തള്ളുന്നു. അതുകൊണ്ട് തന്നെ പേരാമ്പ്രയിൽ മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കാം എന്നുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് പരാജയവും തിരിച്ചടിയും ഉണ്ടാകുന്നു. എന്നാൽ അതേസമയം എലത്തൂർ സിറ്റിംഗ് മന്ത്രിയായ AK ശശീന്ദ്രന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകൾ UDF ജയിച്ചു എന്നതുകൊണ്ട് കോൺഗ്രസ് അവിടെ മത്സരിക്കണം. ഘടകകക്ഷിക്ക് നൽകിയ സീറ്റ് തിരിച്ചെടുക്കാനുള്ള ആ നീക്കം ശക്തമാക്കുമെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ നമ്മളോട് പങ്കുവെച്ചത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.